നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്ന വഴിയാണ്. 2 വെള്ളച്ചാട്ടമാണ് ഈ വഴിക്കുള്ളത്. അതിൻ്റെ ആദ്യത്തെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഇതിലും നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. അത് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. This is the beautiful landscape on the way to Wagaman. You can see few waterfalls very far away. The road going uphill to Wagaman with all its curves. വാഗമൺ വഴിക്കുള്ള രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണിത്. മനോഹരമായ ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. പൂർണ്ണമായി പാറക്കെട്ടിൽ നിന്നാണ് ഇത് ഒഴുകി വരുന്നത്. ഈ വഴിക്ക് ഒരു ഗുഹയും തുരങ്കവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ഞങ്ങൾ പോവുകയാണ്. വളരെ ഇടുങ്ങിയ വഴിയിൽ കൂടി വന്ന ശേഷം നമ്മളിപ്പോൾ ഒരു ഡാം കാണുന്നുണ്ട്. ചെറിയൊരു ഡാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇൻഡസ് റിസോർട്ട്സ് ബോട്ടിങ്ങിനായി ഉണ്ടാക്കിയ ഒരു ചെറിയ ബോട്ടിംഗ് സൗകര്യത്തിന് വേണ്ടിയാണ്. ഇൻഡസ് റിസോർട്ട്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ 1500 രൂപയാണ് ഡെയിലി റെൻറ്റ്. ചെറിയൊരു ആറ് ഇതിലെ കൂടെ ഒഴുകുന്നുണ്ട് ഈ ഡാം കൂടാതെ. തുരങ്കം ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് മാർമല സ്ട്രീം അല്ലെങ്കിൽ മാർമലയാറ്. നമുക്ക് ഗുഹയെപ്പറ്റി അല്പം വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഹ കാണാൻ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് തുരങ്കം അല്ലെങ്കിൽ ഗുഹ. ഇത് സർക്കാർ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ നീളം 3.5 കിലോമീറ്ററാണ്. വെള്ളമില്ലാത്തപ്പോൾ ഇതിൽ കൂടെ നടന്ന് നമുക്ക് മറ്റേ അറ്റത്ത് ചെല്ലാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ കയാക്കിംഗ് നമ്മൾ തുടങ്ങേണ്ടതാണ്. ചെറിയ സ്ലിം ബോട്ടുകളാണ് കയാക്കുകൾ. അതുകൊണ്ട് ഇതിൽ കൂടെ തുരങ്കത്തിൽ കൂടെ നമുക്ക് വന്ന് മത്സരങ്ങൾ നടത്താവുന്നതാണ്. ഒടുവിൽ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടെ ഗുഹ അല്ലെങ്കിൽ തുരങ്കമുണ്ട്. കേരള സർക്കാർ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കാണുന്നതാണ് തുരങ്കം. ഇത് 2 അരുവികൾ ചേരുന്ന സ്ഥലമാണ്. ഇടത്തുനിന്ന് വരുന്നത് ഗുഹയ്ക്കകത്തൂടെ വരുന്നതും വലത്തുനിന്ന് വരുന്നത് വേറൊരു ആറുമാണ്. ഇത് രണ്ടും ചേർന്ന് മാർമല സ്ട്രീമായിട്ട് ഒഴുകി താഴോട്ട് പോവുകയാണ്. വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേകത മൊട്ടക്കുന്നുകളാണ്. ആ കാണുന്നത് ഒരു മൊട്ടക്കുന്നാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൊട്ടക്കുന്ന് അല്ലെങ്കിൽ വാഗമൺ മെഡോസിലാണ്. വാഗമണ്ണിലെ തന്നെ മറ്റൊരു കാഴ്ചയാണ് പൈൻ വാലി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൈൻ വാലിയിലാണ്. ഏക്കറുകളോളം പൈൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ വന്നാൽ ഇത് കണ്ടിട്ടേ പോകാവൂ. മറ്റൊരു സ്ഥലം കോലാഹലമേടാണ്. കോലാഹലമേട് ഇപ്പം കോലാഹലമായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ സമയമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ അവിടെ കോലാഹലമേട് കൊണ്ടുപോകാത്തത്. അവിടെ സൂസൈഡ് പോയിന്റ് ഉണ്ട്. നിങ്ങളെ കൊണ്ടുപോയാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ എടുത്ത് ചാടിയെന്നിരിക്കും. അത് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല.
വാഗമണിലേക്ക് പോകുന്ന വഴി ഡീവിയേഷൻ എടുത്ത് 1.5 കിലോമീറ്റർ പോവുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കേറെ പ്രിയമായ കുരിശുമലയിൽ നമുക്കെത്താം. ഇപ്പോൾ കുരിശുമലയിൽ എത്തിയിട്ടിരിക്കുകയാണ്. നട കയറി മേളിലോട്ട് പോവുകയാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പതിവ്. 101 നടകൾ കയറി വേണം രൂപത്തിൻ്റെ അടുത്തെത്താൻ. വാഗമൺ പോലെ നനവുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന അപൂർവമായ ഒരു പുഷ്പമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരറിയത്തില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നീലക്കുറിഞ്ഞി എന്നങ്ങ് വിളിക്കാം. ഇതാണ് വാഗമൺ വഴിക്കുള്ള വണ്ടി. പാറക്കെട്ടിന്റെ അകത്തൂടെയാണ് ഇത് ഒഴുകുന്നത്. മാറിക്കോ എടാ, ചാടാ പോയിട്ട്. എനിക്ക് വയ്യ, ഇത്ര ചാടിയാ ഇങ്ങനെയാണ് നോക്കി. ആ സ്ലോ മോഷൻ ആക്കുമ്പോൾ എന്നാ രസം അറിയോ? എന്ത് വാടേ